എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആചാര്യ ഗോപാലകൃഷ്ണൻ. ക്ഷേത്രവിശേഷങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ശംഖുവളയൻപാറ മഹാദേവ ക്ഷേത്രം. ശനിയും ഞായറും ഇവിടുത്തെ മുഖ്യ കാർമ്മിത്വം എൻ്റേതാണ്. അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രമാണിത്. കണ്ടില്ലേ, മെയിൻ കവാടം കടന്നാൽ വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ക്ഷേത്രമാണ്. ഇവിടെ പ്രതിഷ്ഠ ശ്രീകോവില് മലയച്ഛൻ, അതായത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ദുര്യോധനൻ ഗുഹയിൽ ധ്യാനം ചെയ്യുന്ന ഭാവത്തിലുള്ളതാണ്. കണ്ടില്ലേ, അതിമനോഹരമായ ക്ഷേത്രപടികൾ. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ അതിമനോഹരമായ സ്വർണ്ണ കൊടിമരമുണ്ട്. കണ്ടില്ലേ, ഇത് കൂത്ത് നടത്താറുള്ള സ്റ്റേജാണ്. അതിൻ്റെ അപ്പുറത്ത് കാവാണ്. ഇലഞ്ഞിങ്ങനെ പോത്ത് വള്ളികളായിട്ട് കിടക്കുന്ന അതിമനോഹരമായ കാവം. പന്തലിച്ച് കിടക്കുന്ന കാവ്. അന്ന് കയറി വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരാളുണ്ട്. നല്ല മഴ. മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ജലദ്രോണിവാസൻ മലയച്ഛൻ. ജലദ്രോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദ്രോണി വാസൻ മലയച്ഛൻ. ശ്രീകോവിൽ തുറന്നാലുടനെ ഒരു കിണറാണ്. കിണറിന് അടപ്പുള്ള ഒരു കിണറാണ്. അതിൻ്റെ പുറകുവശത്തായിട്ടാണ് വിഗ്രഹം മലയച്ഛൻ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ക്ഷേത്രത്തിന് ശ്രീകോവിലിന് മേൽക്കൂരയില്ല, തുറന്നു കിടക്കുകയാണ്. അല്ലേ, പാറയ. കിണറിലെ വെള്ളം ഒരിക്കലും പറ്റത്തില്ല. ആ വെള്ളമെടുത്താണ് പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടത്. ഇതിങ്ങനെ വിശാലമായിട്ടുള്ള ശ്രീകോവിലിന് അതിൻ്റെ തുറന്ന് ഈ ശ്രീകോവിലിന് പൂജ നടത്താണ്. അത് വലിപ്പമേറിയ ശിവലിംഗമാണ് ഇതിൽ ഉള്ളത്. ഇവിടുന്ന് ശേഷം ഇത് കൗളമാർഗ പൂജയാണ്. ഇവിടെ അടുക്ക് സമർപ്പണമുണ്ട്. അതായത് വെറ്റ, പാക്ക്, പൊയില, ചുണ്ണാമ്പ്, ദക്ഷിണ, നാളികേരം ഇങ്ങനെയുള്ള പൂജകൾ ദ്രവ്യമാണ്. കൂടാതെ കറുത്ത മുണ്ട്, അതുപോലെ തന്നെ മദ്യം. ഇവിടെ ഭക്തരെ മദ്യം സമർപ്പിക്കാറുണ്ട്. അപ്പോൾ മദ്യം സമർപ്പിച്ചു കഴിഞ്ഞാൽ, അടുക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ എന്താണോ ഭഗവാനിൽ നിന്നും അപേക്ഷിച്ചത് അത് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള വഴിപാട് സമർപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്നും എത്തും ധാരാളം ഭക്തജനങ്ങൾ. മദ്യമായിട്ടും എത്തും, അടുക്കുമായിട്ടെത്തും, കറുപ്പ് കച്ചയുമായിട്ടും എത്തും. അതിനുശേഷം ഇത് മറ്റൊരു ക്ഷേത്രമാണ്. ഇവിടെ ശിവപാർവതി ക്ഷേത്രമാണ്. ഈ കാണുന്ന ശ്രീകോവിലിൽ ശിവനും ഈ കാണുന്ന ശ്രീകോവിലിൽ പാർവതിയുമാണ്. അപ്പോൾ മൂന്നിടത്തും 3 പൂജകളാണ് കൊടുക്കേണ്ടത്. അത് മുഴുവൻ പൂജകളും വേണം. ഇവിടുന്ന് ക്ഷേത്ര പൂജകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം 11 മണിയോളമാകും. രാവിലെ മാത്രം 3 പൂജകൾ. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടു കൂടിയാണ് പൂജകൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ ക്ഷേത്രവിശേഷങ്ങൾ ഇത് ചെങ്ങന്നൂർ ആറന്മുള റൂട്ടിലെ ആറാട്ടുപുഴ ജംഗ്ഷനിൽ നിന്നും മുകളിലോട്ട്
2 കിലോമീറ്റർ കയറി വരുമ്പോൾ റോഡിൻ്റെ വലതുവശത്തെ ആർച്ച് കാണും. എന്നിട്ട് ആർച്ചിൽ കൂടി മുകളിലോട്ട് കയറി വരിക. മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടുകളാണ്, ഇതിലെല്ലാം പാറയാണ്. പാറയുടെ മുകളിലാണ് ഈ സ്ഥിതി. എല്ലാവർക്കും ഇവിടെ കുടികൊള്ളുന്ന മലയച്ഛൻ്റെയും ശിവപാർവതിയുടെയും ഭദ്രകാളിയുടെയും നാഗരാജാഗീക്ഷിയുടെയും മറ്റുള്ള ഉപദേവത അമ്മ രാമോമത്തറയാണ്. എല്ലാവരും അനുഗ്രഹം ഉണ്ടാകട്ടെ. വീണ്ടും ഇന്നും നാളെ ശനി ഞായർ ഇവിടെ ആയിരിക്കും. 3ഉം 4ഉം നല്ലൂർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലായിരിക്കും. 5-ാം തീയതി കൊട്ടുശ്ശേരി ഭദ്രകാളി ക്ഷേത്രങ്ങൾ. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾ. ഇന്നലെ ചെങ്ങന്ന് പുലിക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിരുന്നു. എല്ലാവർക്കും മറ്റൊരു വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലെത്താം. എല്ലാവർക്കും നമസ്കാരം.